നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും. ഒന്നാമത്തെ ശ്ലോകം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവത് ഉപാസനം യയാ സ്പഷ്ടം അഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിം ആപ്നുയാം. ഹേ വരദ, വരം നൽകുന്ന ശ്രീ ഗുരുവായൂരപ്പ, യയാ ഭവതുപാസനം കല്യതേ, എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഉപാസനം ചെയ്യപ്പെടുന്നുവോ, മമ താവതീം കല്യതാം, എനിക്ക് അത്രയും ആരോഗ്യം ഉണ്ടാക്കി തരേണമേ. പുഷ്ടയാ അഷ്ടവിധയോഗചര്യയാ, പൂർണ്ണമായ അഷ്ടാംഗയോഗാനുഷ്ഠാനം കൊണ്ട്, ആശു തവ തുഷ്ടിം, പെട്ടെന്ന് തന്നെ അവിടുത്തെ പ്രസാദം ഞാൻ സ്പഷ്ടം ആപ്നുയാം, നിശ്ചയമായും പ്രാപിക്കുമാറാകട്ടെ. മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി എന്തുതന്നെ വന്നാലും ഗുരുവായൂരപ്പനെ ഭജിക്കുന്നതിന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തൻ്റെ വാതരോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർക്കുന്നതിന് ഭഗവാന്റെ ഭജനത്തിനുതകുന്ന ആരോഗ്യമുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കവി വിഷയസുഖങ്ങളെ അനുഭവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നത്. ഭക്തിയോഗത്തിൻ്റെ അംഗങ്ങളായ 8 യോഗമാർഗങ്ങളെ വേണ്ട പോലെ അനുഷ്ഠിച്ച് ഭക്തിയുടെ ഫലമായി ഭഗവത് പ്രസാദം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇവയാണ് 8 യോഗമാർഗങ്ങൾ. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. രണ്ടാമത്തെ ശ്ലോകം. ബ്രഹ്മചര്യ ദൃഢതാദിഭിർ യമൈ ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢം അമി സുഖാസനം പങ്കജാദ്യം അഭി വാ ഭവത്പരാഃ. അമീ ഭവത്പരാഃ, ഈ അടിയങ്ങൾ അങ്ങയെ തന്നെ ആശ്രയിച്ചവരായി ബ്രഹ്മചര്യ ദൃഢതാദിഭിഹി യമൈ, ഉറച്ച ബ്രഹ്മചര്യം, അഹിംസ, സത്യം തുടങ്ങിയ യമങ്ങളാലും ആപ്ലവാദി നിയമൈഹി ച, സ്നാനം, മനഃശുദ്ധി, ജപം മുതലായ നിയമങ്ങളാലും പാവിതാഹ, പരിശുദ്ധരായി തീർന്നിട്ട്, സുഖാസനം അഭിവാ, സുഖാസനമോ പത്മാസനം, സ്വസ്തികാസനം മുതലായ ആസനവിശേഷമോ ദൃഢം കുർമഹേ, അഭ്യാസം കൊണ്ട് ഉറപ്പിച്ചുകൊള്ളാം. ഭക്തിയോഗം തേടുന്നവർ ബ്രഹ്മചര്യം മുതലായ യമങ്ങളെയും, അതായത് സത്യം, അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം മുതലായവയാണ് യമങ്ങൾ എന്ന് പറയുന്നത്. സത്യം പറയുക, ആചരിക്കുക. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കലാണ് അഹിംസ. അസ്തേയം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഐശ്വര്യത്തിൻ്റെ മേൽ കണ്ണുവയ്ക്കാതിരിക്കലാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്ന എല്ലാത്തിനെയും സ്വീകരിക്കാതിരിക്കുകയാണ് അപരിഗ്രഹം. ഭക്തിമാർഗത്തിന് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടതായിട്ടുള്ളത് അതുമാത്രം സ്വീകരിക്കുവാനുള്ള കഴിവ് നേടിയെടുക്കലാണ് അപരിഗ്രഹം. പിന്നെ സ്നാനാദികളായ നിയമങ്ങളെയും, സ്നാനം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നിവയാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുളിച്ച് ദേഹശുദ്ധി വരുത്തുന്നത് പോലെ മനസ്സിൻ്റെ സ്നാനവും ആവശ്യമാണ്. മനസ്സ് ശുദ്ധമാണെങ്കിലേ തൃപ്തിയും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. ഒരു ഭക്തൻ എപ്പോഴും സന്തോഷവാനായിരിക്കും. ഇതൊക്കെയാണ് ഒരു ഭക്തൻ്റെ ലക്ഷണങ്ങൾ. ബ്രഹ്മചര്യം മുതലായ യമങ്ങളും സ്നാനം മുതലായ നിയമങ്ങളും വേണ്ടതുപോലെ ആചരിച്ച് മനസ്സിനെ ശുദ്ധമാക്കി പത്മാസനം തുടങ്ങിയ ഏതെങ്കിലും ഒരു സുഖാസനത്തിൽ ദൃഢമായി ഇരുന്നു കൊണ്ട് ഭക്തിയോഗത്തിന് സഹായകമാകത്തക്കവണ്ണം 8 യോഗമാർഗങ്ങളെയും പരിശീലിക്കാനാണ് കവി ആഗ്രഹിക്കുന്നത്. ബ്രഹ്മചര്യ ദൃഢതാദിഭിർയമൈ ആപ്ലവാദി നിയമൈശ്ച പാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ.